നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു പാർക്കിംഗ് യാർഡിലാണെന്ന് തോന്നിയേക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. എൻ്റെ ഇരുവശങ്ങളിലും കാണാം ടാങ്കർ ലോറികൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ എണ്ണ കമ്പനികളിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ടാങ്കർ ലോറികൾ വന്ന് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇരു സൈഡുകളിലും കുറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് റോഡിലേക്ക് കയറ്റിയാണ് ഇരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഇൻഫോ പാർക്ക് പ്രദേശത്തേക്ക് പോകുന്ന ഒരുപാട് വാഹനങ്ങൾ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ഇൻഫോ പാർക്ക് പ്രദേശത്തും അതുകൂടാതെ കാക്കനാട് പ്രദേശത്തേക്കും അതുപോലെ എയർപോർട്ടിലേക്കും എല്ലാം ഈ റോഡിലൂടെ, ഈ എയർപോർട്ട് സീപോർട്ട് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഈ സമയങ്ങളിൽ ഇവിടെ നിരനിരയായി വാഹനങ്ങൾ കടക്കുന്നത് കാണാം. കരിങ്ങാച്ചിറ മുതൽ കാക്കനാട് വരെ എത്താൻ മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യം. ഇതിൻ്റെയൊക്കെ കാരണം ഇരു സൈഡുകളിലും ഇതുപോലെയുള്ള ടാങ്കർ ലോറികൾ ഉൾപ്പെടെ പാർക്ക് ചെയ്ത് ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ പോലീസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ നേർക്കാഴ്ചയാണ് നന്മ 24 പുറത്തുവിടുന്നത്. നമ്മൾ കാണാറുണ്ട് ചില വളവിലും തിരിവിലുമെല്ലാം പോലീസ് അതുകൂടാതെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റൊക്കെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ, പിഴ ഈടാക്കാനൊക്കെ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ട് ഇതുപോലെ തിരക്കേറിയ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, കാക്കനാട് ഭാഗത്തുകൂടി പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്, ഇവിടെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ട്രാഫിക് കുരുക്കുകൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ എന്തുകൊണ്ട് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും അതുപോലെ തന്നെ എറണാകുളം ജില്ലാ കളക്ടർക്ക് വരെ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.